നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ പ്രകടനത്തെയും സിപിഎം നേതാക്കളെയും രൂക്ഷമായ ഭാഷയില് പരിഹസിച്ച് അമ്പലപ്പുഴ എം.ജി. സുധാകരന് സഭയിലെ മുഖ്യമന്ത്രി വി. സതീശന് പ്രസംഗിച്ചപ്പോള് അതിനെ പ്രതിരോധിക്കാന് പ്രതിപക്ഷനിരയിലെ ഒരാൾക്കും കഴിഞ്ഞില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് നിയമസഭയില് നനഞ്ഞ കോഴിയെപ്പോലെയാണ് ഇരിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. അമ്പലപ്പുഴയില് പുതുതായി ആരംഭിച്ച തന്റെ ഓഫീസിന്റെ ഉദ്ഘാടന വേദിയില് സംസാരിക്കുകയായിരുന്നു സുധാകരന്. കഴിഞ്ഞ ദിവസങ്ങളില് നിയമസഭയില് നടന്ന ചർച്ചകളെ പരാമർശിച്ചായിരുന്നു സുധാകരന്റെ കടന്നാക്രമണം. കഴിഞ്ഞ ഗവൺമെന്റിന്റെ ധനകാര്യസ്ഥിതിയെക്കുറിച്ച് മുഖ്യമന്ത്രി വി. സതീശന് അവസാനം 15 മിനിറ്റോളം സഭയില് രൂക്ഷമായി സംസാരിച്ചിട്ടും ഒരക്ഷരം എഴുന്നേറ്റുനിന്ന് ഡിഫെൻഡ് ചെയ്യാന് പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പിണറായി സഖാവാണെങ്കില് വെള്ളത്തില് വീണ് നനഞ്ഞ കോഴിയുടെ അവസ്ഥയിലാണ് നിലവില് അവിടെയുള്ളത്. ഒന്നും മിണ്ടുന്നില്ല. കെ.എൻ. ബാലഗോപാലനാണെങ്കില് സംസാരിക്കാനുമറിയില്ല, സഭയില് മിണ്ടാട്ടമില്ല. തോമസ് ഐസക് ഉണ്ടായിരുന്നെങ്കില് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ. പറയാനറിയാവുന്ന ഒരാളെങ്കിലും വേണ്ടേ? എനിക്ക് വല്ലാത്ത വിഷമവും സങ്കടവും തോന്നി. കാരണം 20 വർഷം ഇവരുടെ കൂടെ അവിടെ ഇരുന്ന ആളാണ് ഞാന്. സഭയില് പ്രതിപക്ഷത്തിന്റേത് തികച്ചും ദയനീയമായ ചിത്രമാണ്, സുധാകരന് പറഞ്ഞു. ഇടത്തോട്ട് മുണ്ടുടുത്താല് മാത്രം ഇടതുപക്ഷമാകില്ലെന്നും അതുപോലെ വലത്തോട്ട് മുണ്ടുടുത്താല് വലതുപക്ഷമാകില്ലെന്നും ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയതലത്തില് സിപിഎം നിലനിൽക്കുന്നത് കോൺഗ്രസിന്റെ പിന്തുണയോടെയാണെന്നും ജി. സുധാകരന് തുറന്നടിച്ചു. താന് കോൺഗ്രസിന്റെ ചെളിക്കുണ്ടിലേക്ക് പോകുമെന്ന് മുൻപ് അമ്പലപ്പുഴയില് വന്ന് പിണറായി വിജയന് പ്രസംഗിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നാല് സിപിഎം ഇന്ന് എവിടെയാണുള്ളത്? കേരളത്തിലൊഴികെ രാജ്യത്തൊരിടത്തും സിപിഎമ്മിന് സ്വന്തമായി നിലനിൽപ്പില്ല. ഇന്ത്യയിലെ സിപിഎം എഴുന്നേറ്റ് നിൽക്കുന്നത് കോൺഗ്രസ് നൽകിയ ഊന്നുവടിയിലാണ്. എന്ത് രാഷ്ട്രീയ ദർശനമാണ് അവർക്കുള്ളത്? സമൂഹത്തില് സിപിഎമ്മിന്റെ വിശ്വാസ്യത പൂർണ്ണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അടുത്ത കാലത്തൊന്നും ഇവര് നന്നാകാന് പോകുന്നില്ല, അദ്ദേഹം വിമർശിച്ചു. കേരളത്തില് നിലവില് കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടമാണെന്ന് വിശേഷിപ്പിച്ച സുധാകരന് രാജ്യത്ത് കോൺഗ്രസ് കഴിഞ്ഞാല് ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടി മുസ്ലിം ലീഗാണെന്നും അഭിപ്രായപ്പെട്ടു. നിലവില് സിപിഎമ്മില് ജനങ്ങൾക്ക് അംഗീകാരമുള്ള ഒരൊറ്റ യുവജന നേതാവ് പോലുമില്ലെന്നും അദ്ദേഹം പ്രസംഗത്തിനിടെ കുറ്റപ്പെടുത്തി. സിപിഎം നേതൃത്വത്തെ ഒന്നടങ്കം പ്രതിക്കൂട്ടിലാക്കുന്ന അമ്പലപ്പുഴ ഈ പ്രസ്താവനകള് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതുറക്കുമെന്നുറപ്പാണ്.